ഹായ് ഫ്രണ്ട്സ്, റീസെൻ്റ്ലി ഞാൻ വാട്ടിയെക്കുറിച്ചുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബിസിനസ്സുകൾക്കും വാട്ടി അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആൻസർ. കാരണം എല്ലാ കാറ്റഗറി ബിസിനസ്സുകൾക്കും നമുക്ക് വാട്ടി അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഏതൊക്കെ തരം ബിസിനസ്സുകൾക്കാണ് നമുക്ക് വാട്സപ്പ് ക്ലൗഡ് API അല്ലെങ്കിൽ വാട്ടി ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ചാൽ വാട്ടി എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബിസിനസ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആ കാറ്റഗറിയിൽ വരുന്നതാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അത് ഏതൊക്കെ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? വാട്സപ്പ് ഇതിനെ മെയിനായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി ലെവൽ, രണ്ടാമത് ഗുഡ്സ് ലെവൽ, മൂന്നാമത് സർവീസ് ലെവൽ. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇൻഡസ്ട്രി ലെവൽ നോക്കാം. ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയുന്ന സമയത്ത് റിയൽ ഫേക്ക് വെർച്വൽ കറൻസികളുടെ ബിസിനസ്സുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വാട്സപ്പ് ക്ലൗഡ് API അല്ലെങ്കിൽ വാട്ടി ത്രൂ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തതെന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ബിസിനസ്സുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. മൂന്ന് ലോൺസ് റിലേറ്റഡ്, ഇപ്പോൾ ഒരുപാട് കാർ ലോൺ, ഹോം ലോൺ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ലോൺസിൻ്റെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അത്തരം ലോണുകളുടെ ബിസിനസ്സുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഡയറ്റ്, വെയിറ്റ് ലോസ് ഒക്കെ അത് റിലേറ്റഡ് ബിസിനസ്സുകളും നമുക്ക് വാട്ടി അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API ത്രൂ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇപ്പം നമുക്ക് അറിയാം, നമുക്ക് ഒരുപാട് ഡയറ്റ്, വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ബിസിനസ്സുകളും നമുക്ക് വാട്ടി അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് വെച്ചാൽ ഗ്യാംബ്ലിംഗ് റിലേറ്റഡ് ബിസിനസ്സുകളും നമുക്ക് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ അത് ഗുഡ്സ് ലെവലിലേക്ക്, അത് പ്രൊഡക്റ്റ് ഗുഡ്സ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിൽ വരുന്ന ഫസ്റ്റത്തെ ഇല്ലീഗൽ പ്രൊഡക്ട്സിൻ്റെ പ്രൊമോഷൻ നമുക്ക് പോസിബിൾ അല്ല. രണ്ടാമത്തെ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ടൊബാക്കോ, ആൽക്കഹോൾ, വെപ്പൺസ്, എനിമൽസ് എന്ന് പറയുമ്പോൾ പെറ്റ്സിൻ്റെ ഒക്കെ പെറ്റ്സിൻ്റെ സെയിലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളിപ്പം പെറ്റ്സിൻ്റെ ഒക്കെ സെയിലിംഗ്, ഇപ്പോൾ പെറ്റ് ഷോപ്പിൻ്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് പെറ്റ്സിനെ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള അഡ്വർടൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോളിസി റെഗുലേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ മെറ്റയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ് വാട്സപ്പ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലും ബാധകമായിട്ടുള്ള ഈ ഒരു പോളിസീസ് വാട്സപ്പിനും ബാധകമാണ്. സോ എനിമൽസിൻ്റെ സെല്ലിംഗ് റിലേറ്റഡ് ആയുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകൾ നമുക്ക് വാട്ടി അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഹാർട്ട്സ്, കിഡ്നി അവൈലബിൾ ആണ്, ആ രീതിയിൽ അങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നും നമുക്ക്, അല്ലെങ്കിൽ ഈ ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളൊന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളും നമുക്ക് വാട്ടി അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, സർവീസ് റിലേറ്റഡിലേക്ക് വരുന്ന സമയത്ത് ഡേറ്റിംഗ് സർവീസസ്, ഇപ്പോൾ നമുക്ക് കാണാം പ്ലേ സ്റ്റോറിലൊക്കെ ഒരുപാട് ഡേറ്റിംഗ് സർവീസസ് ആപ്പുകൾ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലുള്ളതിനേക്കാളും കൂടുതൽ ഗൂഗിളിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം ഡേറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പുകളുടെ അല്ലെങ്കിൽ സൈറ്റുകളുടെ ഒന്നും പ്രൊമോഷനോ ബിസിനസ്സിൻ്റെ പ്രൊമോഷനോ നമുക്ക് വാട്സപ്പ് ക്ലൗഡ് API അല്ലെങ്കിൽ വാട്ടി ത്രൂ നമുക്ക് പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഈ ഡേറ്റിംഗ് സർവീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഫേസ്ബുക്ക് ഓരോ ബിസിനസ്സിനും ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറീസ് പ്രകാരം നമ്മൾ മാട്രിമോണി സൈറ്റുകളും ഡേറ്റിംഗ് സർവീസ് ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാട്രിമോണി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വാട്സപ്പ് ക്ലൗഡ് API അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ വരുന്ന അഡൽട്ട് സർവീസസ്, ഗ്യാംബ്ലിംഗ് സർവീസസ്, ഡിജിറ്റൽ ആൻഡ് സബ്സ്ക്രിപ്ഷൻ സർവീസസ്, ഇത്തരം സർവീസുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാട്സപ്പ് ക്ലൗഡ് API അല്ലെങ്കിൽ വാട്ടി അവൈലബിൾ ആവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഇത്തരം പ്ലാറ്റ്ഫോംസ് പർച്ചേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓൺ ബോർഡിങ് പ്രോസസ്സിലായിരിക്കും ഈ ഒരു കാര്യം അറിയാം, അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുന്ന സമയത്തായിരിക്കും ഓക്കെ എൻ്റെ ബിസിനസ് ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്, അപ്പോൾ എനിക്കിത് കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓൾറെഡി പൈസ അടച്ചു, പിന്നെ ആ പൈസ റീഫണ്ട് കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് മെയിൽ അയക്കണം, കോൺടാക്ട് ചെയ്യണം, അതിൽ തന്നെ കിട്ടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പം കിട്ടത്തില്ല. ഓക്കെ, പലതും റീഫണ്ട് പോളിസീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു വാട്സപ്പ് ക്ലൗഡ് API, അത് വാട്ടിയല്ല ഏത് പ്ലാറ്റ്ഫോം എടുക്കുന്നത്, വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ വാട്ടിയോ ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ എടുക്കാന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബിസിനസ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ടോ, ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി വാട്ടി അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ മാത്രം വാട്സപ്പ് ക്ലൗഡ് APIയിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു പൈസ നഷ്ടം വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഒത്തിരി പേര് അങ്ങനെ റിജക്ഷൻ ബ്ലോക്ക് കിട്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്.
അപ്പം ബിസിനസ് ചെയ്യുന്ന മാക്സിമം ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങളുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഒപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവിടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.